ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുന്നു സാർ. സാർ, നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ഘോരഘോരം കള്ളത്തരം വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മുടെ UDF ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു പാട്ട് സാർ, സംഗീതം എനിക്ക് ലഭിച്ച ഒരു ആയുധമായതുകൊണ്ടാണ് സാർ. സാർ, ഈ ഒരു പാട്ട് ഞാൻ പാടുകയാണ്. അതിന് പ്രത്യേക സമയം എനിക്ക് തരണം സാർ. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യനെ പടച്ചു, മനുഷ്യന്മാർ തമ്മിൽ പണക്കാരെ പടച്ചു. പണക്കാര് പാരിലാകെ പാവങ്ങളെ പടച്ചു. പാവങ്ങളെന്നവരെ കളിയാക്കി ചിരിച്ചു. പടച്ചവൻ പടച്ചപ്പോൾ. ഇതൊരു പഴയ പാട്ടാണ്. ഇത് മനുഷ്യരെ നന്നാക്കുവാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് സാർ. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മോദി സർക്കാരിൻ്റെ ഇപ്പോഴുള്ള ഭരണമാണ് സാർ. മോദി സർക്കാർ പണക്കാരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുമൂലം രാജ്യത്ത് പാവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സാർ. കേന്ദ്ര സർക്കാർ പാവങ്ങളെ കളിയാക്കിയതിന് തുല്യമല്ലേ ചൂരമലയിൽ ദുരന്തമുഖത്ത് കേരളത്തോട് കാണിച്ചത്? എന്നാൽ കേരളത്തിൽ പാവപ്പെട്ടവർ പണക്കാർ എന്നില്ലാതെ തുല്യനീതിയിലേക്ക് നമ്മൾ മാറുന്നു എന്ന വസ്തുത അഭിമാനത്തോടെ പറയുവാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കും സാർ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുമ്പോൾ കേരളം അങ്ങനെയാകുവാൻ മോദി സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരാണ് സാർ. ഇവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ സാർ. റവന്യൂ വകുപ്പും മറ്റു വകുപ്പുകളെയും കുറിച്ച് ഞാൻ സംസാരിക്കുവാനാണെങ്കിൽ ഇവിടെ എനിക്ക് ഈ 7 മിനിറ്റ് പോരാ, കുറച്ചുകൂടി അധിക സമയം വേണ്ടി വരും സാർ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും റവന്യൂ മിനിസ്റ്ററോട് എനിക്ക് വലിയ ആരാധനയുണ്ട്. എത്രയോ പാവങ്ങളുടെ കണ്ണുനീരാണ് അദ്ദേഹം ഒപ്പിക്കൊണ്ടിരിക്കുന്നത്. പശ്ചാത്തല മേഖല മാത്രം എടുത്താൽ മതി. ഒരു കാലഘട്ടത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കുണ്ടും കുഴിയുമായി വർഷങ്ങൾ കിടന്നിരുന്ന റോഡുകൾ ഇന്ന് ഉന്നത നിലവാരത്തിലെത്തുവാൻ കാരണം ഈ സർക്കാരിൻ്റെ ആർജവമല്ലേ സാർ. റോഡ് വികസനത്തിൽ എൻ്റെ മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് കുതിക്കുകയാണ്. ഇതിനു നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു സാർ. സർക്യൂട്ട് ടൂറിസം പദ്ധതിയിൽ 20 കോടി മുതൽ മുടക്കി 17 ഗ്രാമീണ റോഡുകൾ ഉന്നത നിലവാരത്തിൽ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ചേർത്തല അരൂക്കുറ്റി റോഡുകൾ ഉൾപ്പെടെ 45 കോടി മുതൽ മുടക്കി ഗ്രാമീണ റോഡുകളും പൊതുമരാമത്ത് റോഡുകളും വർക്കുകൾ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് UDFൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രഹസനമല്ലായിരുന്നു. ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശ ഹൈവേ നിർമ്മാണം ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് വികസന രംഗത്ത് കേരളത്തിൽ വലിയ മാറ്റമാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത്. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഈ സർക്കാരിൻ്റെ പൊൻതൂവലാണ് സർ. ആലപ്പുഴ ചങ്ങനാശ്ശേരി MC റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാതിരുന്ന ജനങ്ങളുടെ ചിരകാല സ്വപ്നമല്ലേ സർ ഈ പിണറായി സർക്കാർ സാക്ഷാത്കരിക്കുന്നത്? ദേശീയപാത വികസനം കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിച്ചു തള്ളിയവർക്കുള്ള ശക്തമായ മറുപടിയാണ് സാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനം. ഈ ദേശീയപാത വികസനം വഴിമുട്ടിയപ്പോൾ സംസ്ഥാനത്തെ വികസനം സാധ്യമാക്കുന്നതിന് ദുരിതകാലത്തും 5580 കോടി രൂപയാണ് സാർ സ്ഥലമേറ്റെടുക്കലിന് കേരളം നൽകിയത്. ഏറെക്കാലമായി ഇഴഞ്ഞു നീങ്ങിയ കതിരാൻ ടൺ പ്രവൃത്തി പൂർത്തീകരിച്ചത് പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സാർ. അരൂർ മുതൽ തുറവൂർ വരെ ദേശീയപാത 66ൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണവും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം വഴിതിരിച്ചു വിട്ടതിൻ്റെ ഫലമായി ഉന്നത നിലവാരത്തിൽ നിർമ്മാണം നടത്തിയിരുന്ന തുറവൂർ കുമ്പളങ്ങി, തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡുകൾക്ക് സാരമായ തകരാറുകൾ ഇന്നുണ്ടായി. ദേശീയപാത അതോറിറ്റി ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അതിനൊരു പരിഹാരമായിട്ടില്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. സാർ, മറ്റൊന്ന് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന വികസന പ്രവൃത്തിയാണ് പാലങ്ങളുടെ നിർമ്മാണം. 100 കോടി മുതൽ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പെരുമ്പളം പാലം ഈ സർക്കാരിൻ്റെ പൊൻതൂവലാണ് സാർ. 10,000 ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഈ ദ്വീപിലേക്ക് ഇത്രയും വലിയ പാലം പൂർത്തീകരിക്കുമ്പോൾ ഒരു ജനതയുടെ സ്വപ്നമാണ് സാർ ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് തുറവൂർ പമ്പ പാതയിലെ മാക്കേക്കടവ് നേരേക്കടവ് പാലം. 93 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 20 കോടിയുടെ നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം,
പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. 15 കോടിയുടെ വാക്കയിൽ പാലം ഉദ്ഘാടനം കഴിഞ്ഞു. അഞ്ചുതുരുത്ത് കാക്കത്തുരുത്ത് പാലങ്ങളുടെ സ്ഥലമെടുപ്പ് പുരോഗതിയിലാണ്. ഈ കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച നീണ്ടകര കരിമാഞ്ചേരി പാലം, തൈക്കാട്ടുശ്ശേരി വല്യാറപ്പാലം, പെരുമ്പളം പാറയിൽ പാലം എന്നിവയുടെ പ്രാരംഭ നടപടികൾ പുരോഗമിക്കുകയാണ് സാർ. എൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നിർമ്മാണങ്ങളിൽ ഒന്നാണ് 51.4 കോടിയുടെ തുറവൂർ ആശുപത്രി കെട്ടിടം. ഇനി സ്കൂൾ കെട്ടിടം എടുത്ത് പറയുവാനാണെങ്കിൽ 15 കോടി രൂപ മുതൽ മുടക്കി 14ഓളം സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ വിദ്യാഭ്യാസ രംഗത്ത് എൻ്റെ മണ്ഡലം അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസം മേഖലയിൽ വളരെ പ്രതീക്ഷ നൽകുന്ന പ്രദേശമാണ് സാർ എൻ്റെ മണ്ഡലം. കേരളത്തിലെ ഏക ദ്വീപ് പഞ്ചായത്ത് പെരുമ്പളത്ത് പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ടൂറിസം മേഖലയിൽ ഒട്ടനവധി സാധ്യതകൾ രേഖപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഉറപ്പിക്കുകയാണ് സാർ. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച കാക്കത്തുരുത്ത് ദ്വീപിൽ വിനോദസഞ്ചാര മേഖല വിപുലപ്പെടുത്തണം. എറണാകുളത്തിൻ്റെ ഉപഗ്രഹ നഗരമായ അരൂരിലേക്ക് വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുകയാണെങ്കിൽ കായലും കടലുമായി സ്ഥിതി ചെയ്യുന്ന അരൂരിൻ്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റം കുറിക്കുവാൻ സാധിക്കും. എൻ്റെ മണ്ഡലത്തിലെ ചങ്ങരംകരി എന്ന പ്രദേശത്ത് ലോകത്തിലെ വിവിധ ഇനം ദേശാടന പക്ഷികൾ ആയിരക്കണക്കിന് എത്തിച്ചേരുന്നുണ്ട്. ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ രൂപപ്പെടുത്തുമെങ്കിൽ ടൂറിസം മേഖലയിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും സാർ. ടൂറിസം മേഖലയിൽ പുരോഗതി കൂടുതൽ മെച്ചപ്പെടുത്തണമെങ്കിൽ അരൂർ മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ഭാഗമായി തീരദേശ മേഖലകളിൽ വേലിയേറ്റ സമയങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ വളരെ വിഷമിക്കുന്നു സാർ. ഈ ജനങ്ങളുടെ ഇടയിൽ നമ്മളുടെ തീരദേശത്ത് കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിലേക്ക് ധാരാളം വെള്ളം, അതായത് വേലിയേറ്റ സമയത്ത് ഇത് നിരന്തരമായിട്ടുള്ള പ്രതിഭാസമാണ്, പ്രകൃതിയുടേതാണ്. പക്ഷേ എങ്കിൽ കൂടെ നമ്മൾക്ക് തീരദേശത്ത് കിടക്കുന്ന മനുഷ്യർക്ക് കുറച്ച് മണ്ണെടുത്ത് അവരുടെ വീടുകളിലേക്ക് ഇടുവാൻ സാധിക്കുമെങ്കിൽ കൂടെ അവർക്ക് കുറച്ചുകൂടെ ആശ്വാസമായിട്ട് മാറും. ഏതായാലും ഇതിന് ശാശ്വതമായി പരിഹാരം കാണണമെന്ന് ഞാൻ ഈ ധനാഭ്യർത്ഥനയിലൂടെ ഇത് അഭ്യർത്ഥിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു.